കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജലാശയ അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരാനും ഉണ്ടാകുന്ന അപകടങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സുരക്ഷ എത്തിക്കാനുമുള്ള ഒരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രയാസമേറിയതും അപകടം നിറഞ്ഞതുമായ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളിലൊന്നാണ് ജലാശയങ്ങളിലെ രക്ഷാപ്രവർത്തനം. രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ മുങ്ങിമരിച്ച നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജലാശയങ്ങളിലെ രക്ഷാപ്രവർത്തന ദൗത്യം ഇത്ര ദുർഘടമായി മാറുന്നത്? ജലാശയങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തതാണ് പ്രധാന കാരണം. നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ജലാശയങ്ങളിൽ അകപ്പെട്ടാൽ നമ്മൾ പരിഭ്രാന്തരാകുകയും ആ വെപ്രാളത്തിൽ സ്വയം വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യും. എന്നാൽ നമ്മൾ എത്ര നന്നായി നീന്തും, നമ്മുടെ ശാരീരക്ഷമത, റെസ്ക്യൂ ടെക്നിക്സിനെ കുറിച്ചുള്ള അവബോധം, ഇതെല്ലാം അവിടെ ചോദ്യചിഹ്നമാകുകയാണ്. ഈ സാഹചര്യത്തിൽ ജലാശയ രക്ഷാദൗത്യങ്ങളെ കുറിച്ച് നാം വ്യക്തമായി അറിയേണ്ടതുണ്ട്. ആദ്യം വെള്ളത്തിൽ വീണയാൾക്ക് ധൈര്യം പകർന്നു നൽകുക. വെള്ളത്തിൽ അകപ്പെട്ട ഭയത്താൽ പകച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകളാൽ പ്രചോദനം കൊണ്ട് ആൾ സ്വയം രക്ഷപ്പെടുന്നതാണ്. ഇത് സാധ്യമായില്ലെങ്കിൽ 4 ഘട്ടങ്ങളിലായാണ് ജലാശയ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. ഇതിൽ ആദ്യത്തേത് റീച്ച് മെത്തേഡാണ്. വെള്ളത്തിൽ വീണയാൾ അധികം ദൂരത്തിലല്ല എങ്കിൽ ആൾക്ക് പിടിച്ച് രക്ഷപ്പെടുന്നതിനായി കമ്പ്, തോട്ടി, പൈപ്പ് പോലുള്ള എന്തെങ്കിലും നീട്ടി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നീട്ടി നൽകുന്നയാൾ വെള്ളത്തിൽ വീഴാതെ സൂക്ഷിക്കണം. കമ്പ് നീട്ടി നൽകുന്നയാൾ തനിച്ചാണെങ്കിൽ നിലത്ത് കമഴ്ന്നു കിടന്നതിന് ശേഷം മാത്രം കമ്പ് നീട്ടുക. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കമ്പ് നീട്ടി നൽകുന്ന ആൾ വെള്ളത്തിൽ വീഴാതിരിക്കുവാൻ പുറകിൽ നിന്നും ശരിയായി സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ രീതിയായ ത്രോ മെത്തേഡ്, വെള്ളത്തിൽ വീണയാൾക്ക് രക്ഷപ്പെടാനായി എന്തെങ്കിലും വസ്തുക്കൾ എറിഞ്ഞു നൽകുകയാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇതിനായി ലൈഫ് ബോയ, റോപ്പ്, കന്നാസുകൾ, കുടം മുതലായവ എറിഞ്ഞു കൊടുക്കാവുന്നതാണ്. റോപ്പ്, ലൈഫ് ബോയ എന്നിവ എറിഞ്ഞു നൽകുമ്പോൾ ഡിസ്കസ് ത്രോ എറിയുന്ന രീതിയിൽ എറിയേണ്ടതാണ്. റോപ്പ് എറിയുമ്പോൾ കൂടുതൽ ദൂരം പോകുന്നതിനായി റോപ്പിന്റെ അറ്റത്ത് വെയിറ്റ് വരുത്തുന്ന ഹീവിംഗ് ലൈൻ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ 2 രീതികളും പ്രായോഗികമല്ലെങ്കിൽ മൂന്നാമത്തെ രീതിയായ റോ മെത്തേഡ് ഉപയോഗിക്കുക. ഇത് ഏതെങ്കിലും ജലയാനങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിൽ വീണയാളുടെ അടുത്തെത്തി ആളെ രക്ഷിക്കുന്ന രീതിയാണ്. ഇതിൽ വള്ളം പോലുള്ള ജലയാനങ്ങൾ ലഭ്യമാകേണ്ടതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മേൽപ്പറഞ്ഞ 3 രീതികളിലൂടെയും രക്ഷാപ്രവർത്തനം സാധ്യമല്ലെങ്കിൽ മാത്രം 4ാമത്തെ രീതിയായ ഗോ മെത്തേഡ് ഉപയോഗപ്പെടുത്തുക. ഇതിന് തയ്യാറാകുന്ന ആൾ മികച്ച രീതിയിൽ നീന്തുന്നതും നല്ല കായികക്ഷമത ഉള്ളതും ആയിരിക്കണം. ഏറ്റവും അപകടം നിറഞ്ഞ ഈ രക്ഷാപ്രവർത്തനത്തിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വെള്ളത്തിൽ അകപ്പെട്ടയാൾ ശ്വസിക്കുന്നതിനായി തല ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാണ് ഇയാൾ കൈകാലുകൾ ഇട്ടടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൈകാലിട്ടടിച്ച് കുഴഞ്ഞിരിക്കുന്ന ആളുടെ അടുത്തേക്ക് നമ്മൾ നേരെ നീന്തി ചെല്ലുകയാണെങ്കിൽ അയാൾ നമ്മളെ വിടാത്ത രീതിയിൽ കയറി പിടിക്കുന്നതാണ്. ആയതിനാൽ അയാൾക്ക് പിടികൊടുക്കാതെ വേണം രക്ഷാപ്രവർത്തനം നടത്തുവാൻ. എപ്പോഴും അപകടത്തിൽപ്പെട്ട ആളുടെ പിറകിലൂടെ വേണം സമീപിക്കാൻ. ആളെ പിടിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ശ്വാസം എടുക്കുന്നതിന് സഹായിക്കുക. ഈ അവസരത്തിൽ തന്നെ ആളെ സമാശ്വസിപ്പിക്കുക. ശേഷം ആളെ ശ്വാസം എടുക്കാവുന്ന രീതിയിൽ മലർത്തി കിടത്തുക. രക്ഷാപ്രവർത്തകന് മലർന്നു കിടന്ന്, അതായത് ബാക്ക് സ്ട്രോക്ക് രീതിയിൽ കരയെ ലക്ഷ്യമാക്കി നീന്തുക. അപകടത്തിൽപ്പെട്ടയാളെ കരയിലെത്തിച്ച ശേഷം പരിശോധിക്കുക. ആൾ ബോധരഹിതനാണെങ്കിൽ പൾസ്, ബ്രീത്ത് എന്നിവ പരിശോധിക്കുക. പൾസ്, ബ്രീത്ത് എന്നിവ ഇല്ലെങ്കിൽ ഉടൻ CPR തുടങ്ങുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെടുക.